ആശുപത്രിയിൽ വിമലയോടൊപ്പം ഉണ്ടായിരുന്നത് മൂത്ത മകൻ വിനീത് ശ്രീനിവാസനാണ്. അപ്പോഴെല്ലാം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും എല്ലാവരും തപ്പിയതും തടഞ്ഞതുമെല്ലാം ഇളയ മകനു വേണ്ടിയായിരുന്നു. വീട്ടിലെത്തി ഹാളിൽ ശ്രീനിവാസനെ കിടത്തിയതിനു ശേഷം തൊട്ടു പിന്നാലെ ധ്യാൻ അമ്മയുടെ അരികിലേക്കെത്തി. ആദ്യം അമ്മയെ നോക്കി, പിന്നീട് ശ്രീനിവാസനെ നോക്കിയപ്പോഴേക്കും ധ്യാനിന് ഒട്ടും സഹിക്കാനായില്ല. വിങ്ങിപ്പൊട്ടുകയായിരുന്നു ശരിക്കും പറഞ്ഞത്. കൃത്യമായി തന്നെ ധ്യാനിൻ്റെ അടുത്തേക്ക് ക്യാമറ കണ്ണുകൾ എത്തിയപ്പോൾ ആർക്കും സഹിക്കാനായില്ല. ഇതുവരെ ധ്യാൻ ശ്രീനിവാസനെ ഇങ്ങനൊരവസ്ഥയിൽ കണ്ടിട്ടില്ല. കളിച്ചും ചിരിച്ചും ഇരിക്കുന്നതും പുറം ലോകത്ത് ചിരിച്ചു കളിച്ചു നിൽക്കുന്നതും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏറ്റവും വലിയ വിഷമം എന്നത് ഇന്ന് ധ്യാനിന്റെ പിറന്നാൾ കൂടിയാണ്, 20 ഡിസംബർ. ധ്യാനിന്റെ പിറന്നാൾ ദിവസം എല്ലാ ആഘോഷങ്ങളും ഒരുക്കാറുള്ള വ്യക്തി തന്നെയാണ് ഇന്ന് മരിച്ചത്. അതുകൂടി ഓർത്തായിരിക്കാം ഒരു പക്ഷേ ധ്യാനിന്റെ ഏറ്റവും കൂടുതൽ വിഷമമോടെ ഉണ്ടായതും വിങ്ങിപ്പൊട്ടിയതും. താൻ നശിച്ചുപോയ ഒരു യൗവനകാലം തനിക്കുണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് വിവാഹത്തിലൂടെ താൻ മാറിയെന്നുമൊക്കെ വളരെ ഓപ്പണായി പറയുകയും ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റി പോലും വളരെ കൂളായി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഇന്ന് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ ചെറിയ മകനായി മാറി. ശ്രീനിവാസൻ വഴക്കു പറഞ്ഞ് വളർത്തിയ ഇളയ മകനായി പെട്ടെന്ന് മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആര് കരഞ്ഞാലും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. ധ്യാൻ കരഞ്ഞപ്പോഴേക്കും അതെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമായി മാറുകയായിരുന്നു. വിനീത് പോലും അച്ഛനരിയിൽ നിന്ന് ഇത്രയും പൊട്ടിക്കരഞ്ഞില്ല. എല്ലാം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഓട്ടത്തിലുമാണ് മൂത്ത മകൻ വിനീത്. എന്നാൽ അമ്മയ്ക്കരികിലെത്തിയ ധ്യാൻ വിങ്ങിപ്പൊട്ടുന്നത് ആർക്കും സഹിക്കാനായില്ല. എല്ലാവരും ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ധ്യാൻ ഇതെല്ലാം തന്നെ ഒരു മാനസികാവസ്ഥയിൽ കടന്നു പോകുന്നത് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അമ്മയെ കണ്ടതും വിങ്ങിപ്പൊട്ടുന്ന ധ്യാനിൻ്റെ ഉള്ളിൽ അച്ഛനോടുള്ള ആത്മാർത്ഥമായ നിഗൂഢമായ സ്നേഹമാണ് കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വലുത് എൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന് പറയും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കെൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എല്ലാം എന്ന് പറയുന്ന ധ്യാനിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ശ്രീനിവാസൻ തല്ലാൻ പിടിക്കുന്നതും അച്ഛനോടൊപ്പം ഒരുപാട് കള്ളം പറഞ്ഞതും അവരെ ഒരുപാട് വിഷമിപ്പിച്ചതും ഉൾപ്പെടെ ധ്യാൻ പറഞ്ഞു തരുന്ന ഒരുപാട് കഥകളുണ്ടായിരുന്നു. അതിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെയൊക്കെയോ ധ്യാൻ പറയാതെ പോയ അച്ഛനോടുള്ള അത്രമാത്രം പ്രകടിപ്പിക്കാത്ത ഇഷ്ടത്തെയാണ് അദ്ദേഹം ഇന്ന് വിങ്ങിപ്പൊട്ടി കാണിച്ചത്. ധ്യാനിന് ശ്രീനിവാസനെ എന്തുമാത്രം ഇഷ്ടമാണ് എന്ന് ശ്രീനിവാസൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ അമ്മയ്ക്ക് പോലും അത് പറഞ്ഞു കൊടുക്കണ്ട. ധ്യാനിൻ്റെ ഇഷ്ടം അത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ്. ഒരിക്കലും അഭിനയിച്ച് കരയാൻ അദ്ദേഹത്തിനാകില്ല. സിനിമകളിലെല്ലാം കരഞ്ഞിട്ടുണ്ടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരെയും വളരെയധികം കൃത്യമായി രസിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ അഭിനയിക്കേണ്ട കാര്യമേ ധ്യാനിനില്ല. ആ കിടക്കുന്നത് ധ്യാൻ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വേദനിപ്പിച്ചോ അത്രയും ഉപരി സ്നേഹിക്കുന്നൊരു മനുഷ്യനെയായിരുന്നു. അവർക്ക് നഷ്ടപ്പെട്ടത് അത്രമാത്രം വലിയൊരു വേദനയാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുവെന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.